കാഞ്ഞങ്ങാട് നാലപ്പാടം കുന്നത്ത് തറവാട് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കുടുംബസംഗമവും സ്മരണിക പ്രകാശനവും സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ഉദ്ഘാടനം ചെയ്തു. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഇതുപോലുള്ള കുടുംബസംഗമം, ഇതുപോലെ കളിയാട്ട മഹോത്സവം ഒരു കൂട്ടായ്മയാണ് കണ്ടുവരുന്നത്. ഈ കൂട്ടായ്മയാണ് നമ്മൾക്കിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഒരു വീട്ടിൽ 5ഉം 10ഉം 15ഒക്കെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ ഒരു സ്വപ്നം മാത്രമായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം നമുക്ക് അന്നുണ്ടായ ആ കൂട്ടായ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാഘവൻ തൊടുവയൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പിരിങ്ങോത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ഭക്തിഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ ശ്രീകരം ആക്കുക എന്നുള്ളതാണ്. ഇരുട്ടിനെ മാറ്റി നിർത്തി വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാട്ടിലെ ഒരു അമ്പലം ആകുമ്പോൾ അത് നാട്ടുകാരുടെ മനസ്സിലും ഈ നാട്ടിലും ഇരുട്ട് അകറ്റാൻ പ്രാപ്തമായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലുമെല്ലാം ഇരുട്ടിനെ മാറ്റി നിർത്തി പ്രകാശം പരത്തുന്ന ഒരു ഇടമായി അമ്പലങ്ങൾ, ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ മാറണം എന്നുള്ളതാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ MV മധു സ്മരണിക ഏറ്റുവാങ്ങി. സ്മരണിക കമ്മിറ്റി ചെയർമാനും പത്രാധിപരുമായ നാലപ്പാടം പത്മനാഭൻ സ്മരണിക പരിചയപ്പെടുത്തി. പല്ലവ നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ചടങ്ങിൽ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും തിരുമുടി എന്ന പേരിൽ പടക്കത്തി ഭഗവതിയുടെ ഭക്തിഗാനം രചിച്ച് CD തറവാടിന് സമർപ്പിച്ച സന്ധ്യ ജനാർദ്ദനൻ പയോലത്തെ ആദരിക്കുകയും ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെ അനുമോദിച്ചു. തറവാടംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തറവാട് കാരണവർ നാരായണൻ പാടി, പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ഉദനൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ നാരായണൻ ബല്ല സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വരദ നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.